ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വേറൊന്നുമല്ല, ഇംഗ്ലണ്ട് വിസ് നോർവേ. നമ്മുടെ ഇന്ന് രാവിലെ നടന്ന ഇംഗ്ലണ്ട് വിസ് നോർവേ മത്സരത്തെക്കുറിച്ചാണ്. എന്താ മത്സരം! ഇതാണ് മത്സരം എന്ന് പറയുന്നത്. 1966 ശേഷം വേൾഡ് കപ്പ് സ്വപ്നവുമായി വരുന്ന ഇംഗ്ലണ്ട്, അതും ഇംഗ്ലണ്ടിൻ്റെ വമ്പൻ വമ്പൻ താരനിര എന്ന് പറയുന്ന നമ്മുടെ ഹാരി കെയ്ൻ, നമ്മുടെ ബില്ലിംഗാം, സാക്ക, റൈസ്, ഫോഡൻ, അങ്ങനെ ഒരു ലോഡ് ലോകോത്തര താരങ്ങൾ നിറഞ്ഞ വമ്പൻ സ്ക്വാഡും. അതുകൂടാതെ നമ്മുടെ എതിരാളി നോർവേ, നമ്മുടെ ബ്രസീലിനെ 2-1 പൊട്ടിച്ച് ബ്രസീലിനെ നെയ്മറേയും കൂട്ടി നാട്ടിലേക്ക് അയച്ച ബ്രസീൽ. നമ്മുടെ അതിൻ്റെ അകത്ത് മെയിൻ താരം നമ്മുടെ ഹാലൻഡ് തന്നെയാണ്. ഹാലൻഡ്, മാർട്ടിൻ മാർട്ടിൻ ഒഡൈഗാർഡ്, നമ്മുടെ ഷെർ ഷെർ ഷെൽ ഡെറൂക്ക്, നമ്മുടെ സോൽ ലോത്ത്, അങ്ങനെ ഒരു പിടി താരങ്ങൾ. അവരും വമ്പൻ ടീം എന്ന് പറയും. ഇവരെല്ലാം ചേർന്ന് ഒരു ഭയങ്കര ആക്രമണ നിര തന്നെയാണ്. ഇതുപോലെ ലോകകപ്പിൽ എല്ലാ ടീമിനും വിറപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്ന നോർവേ. അതുകൊണ്ട് തന്നെ ക്വാർട്ടറിന് ഇംഗ്ലണ്ടിന് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അമ്മാതിരി കളിയായിരിക്കും, അമ്മാതിരി മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇംഗ്ലണ്ടിന് ഒരിക്കലും അത്ര നിസ്സാരമല്ല നോർവേ അങ്ങനെ വന്നിരിക്കുന്ന ടീമാണ്. ലോകോത്തര എന്താ പറയുക, ഓരോ റൗണ്ട് കഴിയുന്തോറും അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടാണെങ്കിലും അതേപോലെ തന്നെ അവർ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നോക്കൗട്ട് മത്സരങ്ങൾ ഒരു പ്രത്യേകതയുണ്ട്, ഇംഗ്ലണ്ടിന് അടി പതറാറുണ്ട്. അതാണ് ഇംഗ്ലണ്ടിൻ്റെ മെയിൻ പ്രത്യേകത. അതുകൊണ്ടാണ് 1966 ശേഷം ഇതുവരെ അവർക്ക് വേൾഡ് കപ്പ് കിട്ടാതിരുന്നത്. അങ്ങനെ രണ്ട് ടീമുകളുടെ ഒരു സ്വപ്നം പോരാട്ടം എന്ന് തന്നെ പറയാം നമ്മുടെ സെമി ഫൈനലിലേക്കുള്ള മത്സരം. അങ്ങനെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇവിടെ ഇരിക്കുന്ന വർഷങ്ങൾ കാത്തിരുന്ന ഇംഗ്ലണ്ട് ഈ വിരാമങ്ങൾക്ക് എന്താ പറയുക, കാത്തിരിപ്പിന് ഒക്കെ നമ്മൾ ഈ വേൾഡ് കപ്പ് മറുപടി നൽകുമ്പോൾ എന്ന് നോക്കാം. എന്തായാലും ഈ ആവേശകരമായ പോരാട്ടത്തിൽ ആരാണ് ചിരിച്ചത്, ആരാണ് കരഞ്ഞത് എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ വിസിൽ മുഴുങ്ങി നമ്മുടെ ഫസ്റ്റ് ഹാഫ് തുടങ്ങി. ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ മുതൽ ഇരു ടീമുകളും ആക്രമണം തന്നെയായിരുന്നു. ഒന്നിന് പുറകെ ഒന്ന് ആക്രമണം. ഇംഗ്ലണ്ട് ആക്രമിക്കുന്നു, പുറകെ ഹാലൻഡിന് ഒരു അവസരം കിട്ടുമ്പോൾ നോർവേ ടീമുകൾ മൊത്തത്തിൽ ആക്രമിക്കുന്നു. അങ്ങനെ ഓരോ തവണയും ഹാലൻഡിൽ പന്ത് കിട്ടുമ്പോൾ ഇംഗ്ലണ്ട് പ്രതിരോധം ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ വിറച്ച് തന്നെ എന്ന് പറയാം. ഹാലൻഡ് അമ്മാതിരി ആക്രമണം തന്നെയാണ് നടത്തിയത്. നമ്മുടെ ഒഡേഗാർഡ് തന്നെ ശരിക്കും മനോഹരമായ പാസുകൾ നൽകി കറക്റ്റായിട്ട് കളികൾ നിയന്ത്രിച്ചു. നമ്മുടെ നോർവേ നോർവേ ഗോൾ അടിക്കുമെന്നുള്ള രീതിയിൽ പലവട്ടം അവസരങ്ങൾ കിട്ടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഇംഗ്ലണ്ട് ആണെങ്കിൽ ഒട്ടും മോശമല്ല, തിരിച്ചടി തന്നെയായിരുന്നു. ബെല്ലിംഗ്ഹാമിൻ്റെ മധ്യനിരയിൽ നിന്ന് മുന്നേറ്റങ്ങൾ ധാരാളം അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷേ ഈ പറയും പോലെ ഒന്നും ഗോളാക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് 36 മിനിറ്റിലാണ് നമ്മുടെ ആദ്യ ഗോൾ പിറക്കുന്നത്. നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ ആൻഡ്രിയാസ് ഷെൽഡോർക്ക്, നമ്മുടെ നോർവേയുടെ താരം. നോർവേയുടെ മികച്ചൊരു ഫിനിഷിങ്ങിലൂടെ ഇംഗ്ലണ്ടിൻ്റെ വല അങ്ങോട്ട് കുലുക്കി 1-0 അങ്ങനെ 36 മിനിറ്റ് 1-0 ഗോൾ നേടി. അങ്ങനെ സ്റ്റേഡിയം മുഴുവൻ, നോർവേ ആരാധകർ മുഴുവൻ ആഘോഷം. ഇംഗ്ലണ്ടിന് വമ്പൻ സമ്മർദ്ദമാണ്. കാരണം ഇംഗ്ലണ്ട് ലോകകപ്പ് ഇന്ന് പുറത്തോ, ഇത് ബ്രസീലിനെ പറഞ്ഞു വിട്ടുപോലെ ഇവർ ഇംഗ്ലണ്ടിനെ പറഞ്ഞു വിടും. അങ്ങനെ ഇംഗ്ലണ്ട് താരങ്ങൾക്കും എന്താ പറയുക, ഭയങ്കര ഒരു സങ്കടവും ആരാധകർക്കും ഭയങ്കര നിരാശയും തന്നെ നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അവസാന പകുതി അവസാനിക്കാനായപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇംഗ്ലണ്ട് ആക്രമണം. ഇംഗ്ലണ്ട് എങ്ങനെയാണ് സമനില ഗോൾ നേടിയേ പറ്റൂ. അമ്മാതിരി ആക്രമണമാണ് ഇംഗ്ലണ്ട് നടത്തിയത്. അങ്ങനെ 45+2 47 മിനിറ്റിൽ നമ്മുടെ വില്ലിംഗ്ഹാം, നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ, അതേ നമ്മൾ അതിമനോഹരമായ ഫിനിഷിങ്ങിനോട് സമനില ഗോൾ നേടി. അങ്ങനെ 1-1 അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. അങ്ങനെ ഹാഫ് ടൈമിൻ്റെ ഭയങ്കര ഒരു ആവേശം നിറഞ്ഞൊരു ഫസ്റ്റ് ഹാഫ് തന്നെ എന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങാറായി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇരു ടീമുകളും വിജയ ഗോളിനായി ഭയങ്കരമായിട്ട് ശ്രമിച്ചു. കാരണം 1-1 നിൽക്കുകയാണ്. ആരടിക്കുന്നു അവൻ തന്നെ സെമി ഫൈനലിലേക്ക് കിടക്കും, മറ്റവർ നാട്ടിലേക്ക് പോകും. അമ്മാതിരി മത്സരം തന്നെയാണ്. ഹാലൻഡും കൂട്ടരും ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധം പരമാവധി പരീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഇംഗ്ലണ്ടിന് നിരവധി അവസരങ്ങൾ ഗോളാക്കാൻ കിട്ടിയെങ്കിലും ഇംഗ്ലണ്ട് അതൊന്നും സാധിച്ചില്ല. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് കളി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആര് ഗോളടിക്കുന്നു അവരാണ് നമ്മുടെ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നത്. മറ്റവർ നാട്ടിലേക്ക് മടങ്ങും. അതായത് ഇനിയൊരു അവസരമില്ല. കാരണം ഇത്രയും നല്ലൊരു അവസരം നോർവേക്കും കിട്ടാനില്ല, ഇംഗ്ലണ്ടിനും കിട്ടാനില്ല. കാരണം ഈ മത്സരം ജയിച്ചാൽ സെമിയിലേക്കാണ്, സെമിയിൽ നിന്ന് ഒരു ഫൈനൽ. അങ്ങനെ വെറും 2 മത്സരങ്ങളിലൂടെ നമുക്ക് വേൾഡ് കപ്പ് സ്വന്തമാക്കാം. അങ്ങനെ 2 ടീമുകൾ, നോർവേക്കാണ് ജീവിതത്തിൽ ലൈഫിൽ ആദ്യമായി കിട്ടിയിരിക്കുന്ന നല്ല സുവർണ്ണ അവസരമാണ്. ബ്രസീലിനെയും തോൽപ്പിച്ച് നമ്മുടെ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച സെമി ഫൈനലിലേക്ക് ഇറക്കാം. അവരുടെ വേൾഡ് കപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു മുതൽക്കൂട്ട് തന്നെയാവും ഈ വേൾഡ് കപ്പ് എന്ന്. അവർ നല്ല കറുത്ത കുതിരകളല്ല, അവരാണ് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ടീമുകൾ ഒന്ന്. അങ്ങനെ നോർവേ ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം പകുതി ആരംഭിക്കുക
നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 90 മിനിറ്റും കഴിയാറായി. ഇതുവരെ 1-1 സമനില. കളി സമനിലയിലേക്ക് പോകുമെന്നുള്ള ഏകദേശം തീരുമാനമായി. മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഹാഫ് അവസാനിച്ചു. അങ്ങനെ സെക്കൻഡ് ഹാഫ് അവസാനിച്ചപ്പോഴും നമ്മുടെ 1-1 എന്ന് തന്നെ ഗോൾ നിന്നു. അങ്ങനെ സമനില സമനിലയിൽ തന്നെ സെക്കൻഡ് ഹാഫും പിരിഞ്ഞു. അങ്ങനെ 90 മിനിറ്റ് പിരിഞ്ഞ ശേഷമാണ് നമ്മുടെ എക്സ്ട്രാ ടൈം. അടുത്ത എക്സ്ട്രാ ടൈമിംഗ് ആണല്ലോ. എക്സ്ട്രാ ടൈമിംഗ് നമ്മൾ അനുവദിച്ചു. അങ്ങനെ ഇംഗ്ലണ്ട് ആ സമയത്ത് ഇംഗ്ലണ്ട് കൂടുതൽ ആത്മവിശ്വാസം കിട്ടിയെന്ന് പറയാം. ഇംഗ്ലണ്ട് മറ്റേ നോർവേ ആണെങ്കിൽ കുറച്ചും കൂടി പ്രതിരോധത്തിലേക്ക് ഒരു ഫീലിങ്സ് തോന്നിയോ എന്ന് എനിക്ക് തോന്നി. കാരണം ഇംഗ്ലണ്ട് ആയിരുന്നു ആക്രമണം മുഴുവൻ. അവിടെ താരങ്ങൾ നമ്മുടെ അവിടെ താരം ഫസ്റ്റ് ഗോൾ അടിച്ച ബെല്ലിംഗ്രാം തന്നെയാണ് ഇനി രണ്ടാമത്തെ താരം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ബെല്ലിംഗ്രാമിൻ്റെ 93-ാം മിനിറ്റിൽ അതിമനോഹരമായ ഒരു ഗോൾ. അതിമനോഹരമായ ഗോൾ എന്ന് പറഞ്ഞാൽ നോർവേയുടെ നമ്മുടെ ഗോൾ കീപ്പർ വെറും നോക്കി നിൽക്കാവുന്ന രീതിയിലാക്കി നമ്മുടെ ബെല്ലിംഗ്രാം രണ്ടാമത്തെ ഗോൾ അടിച്ചു. അങ്ങനെ 2-1. ഈ ഗോൾ തന്നെയായിരുന്നു സെമി ഫൈനലിലേക്കുള്ള ഇവരുടെ ടിക്കറ്റ് എന്ന് ഉറപ്പിച്ചും പറയാം. കാരണം തളരാതെ എന്താ പറയുക, ഈ അവസരത്തിലും അതായത് നമുക്ക് സമ്മർദ്ദഘട്ടത്തിലും ടീമിനെ ഗോളടിച്ച് ജയിപ്പിച്ച ബെല്ലിംഗ്ഹാം തന്നെയാണ്. ശേഷിക്കുന്ന സമയത്ത് മുഴുവൻ, അതായത് 93 കഴിഞ്ഞ് ബാക്കി എക്സ്ട്രാ ടൈമിൽ ലാസ്റ്റ് ടൈമിൽ മുഴുവൻ നോർവേ മാക്സിമം പൊരുതി ഒരു ഗോൾ അടിച്ച് സമനിലയിലാക്കുന്നതിന് വേണ്ടി പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധം അത് ഉറച്ചു തന്നെ നിന്നു എന്ന് പറയാം. അവർ മാക്സിമം തടഞ്ഞു നിർത്തി. അങ്ങനെ അവസാന വിസിൽ മൂതി അങ്ങനെ ഇംഗ്ലണ്ട് സെമിയിലേക്ക് പോയി. അങ്ങനെ 2-1 നമ്മുടെ ഹാലൻഡിനെയും കൂട്ടരെയും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചയച്ച് നമ്മുടെ ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് കടന്നു. അങ്ങനെ സെമി ഫൈനലിൽ ഇനി അടുത്ത നല്ല കടുത്ത മത്സരം തന്നെയായിരിക്കും ഇംഗ്ലണ്ട് നേരിടാൻ പോകുന്നത്. അങ്ങനെ നല്ല ഇംഗ്ലണ്ടിനെ 1966 ശേഷം എന്താ പറയുക, ഒരു വേൾഡ് കപ്പ് സ്വപ്നവുമായി വന്ന ഇംഗ്ലണ്ട് ഈ വേൾഡ് കപ്പ് മുത്തമിടുമോ എന്നറിയില്ല, സെമിയിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു വമ്പൻ പ്രതീക്ഷ നൽകി ഇംഗ്ലണ്ടും ആരാധകരും സെമി ഫൈനലിലേക്ക് കടന്നു. അങ്ങനെ ഈ മത്സര ഹീറോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം പറയാം, നമ്മുടെ ബെല്ലിംഗ്ഹാം തന്നെയാണ്. 2 ഗോളുകൾ, അത് വലിയ സമ്മർദ്ദത്തിൽ, ഭയങ്കര സമ്മർദ്ദിക്കുന്ന സമയത്ത് കാരണം പുറകെ നിന്നിട്ടും തിരിച്ചടിച്ച് 1 അടിച്ചു. പിന്നെ സമനിലയിൽ നിന്നിട്ടും അവസാനം നമ്മുടെ എക്സ്ട്രാ ടൈമിലും 1 അടിച്ചു. അങ്ങനെ 1-1 2-1 ഇംഗ്ലണ്ടിൻ്റെ എന്താ പറയണ ഭാവി നായകനാവുമോ എന്നുള്ള ഒരു വിശേഷണം കൂടി പുള്ളിക്ക് കൊടുക്കാം. അതേസമയം നോർവ തല ഉയർത്തി തന്നെയാണ് മറങ്ങുന്നത്. ഹാലൻഡ് സംഘം ഈ ലോകത്തിന് മുഴുവൻ ഒരു ശക്തിയായി മാറിയെന്ന് അവർ തെളിയിക്കുകയും ചെയ്തു. ഇനി ഇംഗ്ലണ്ട് സെമി ഫൈനലാണ്. ആരാകുമെന്ന് എതിരാളി നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാലും ഈ പ്രകടനം തുടർന്നാൽ എനിക്ക് തോന്നുന്നത് ഒരു വേൾഡ് കപ്പ് സ്വപ്നം ഇംഗ്ലണ്ടിന് സാധ്യമാകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതോ നിങ്ങളുടെ അടുത്ത എതിരാളി ഇത് തകർക്കുമോ? എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ 2-1 അങ്ങനെ ഇംഗ്ലണ്ട് ഈ പറയും പോലെ സെമി ഫൈനലിലേക്ക് കടന്നു. അങ്ങനെ ഹാലൻഡും കൂട്ടനും നമുക്ക് എല്ലാവർക്കും, അതായത് ലോകത്തിന് തന്നെ നല്ലൊരു ഒരുപാട് മുഹൂർത്തങ്ങൾ നൽകി നല്ലൊരു വമ്പൻ ശക്തികളാണെന്ന് തെളിയിച്ച് അവർ അങ്ങനെ നാട്ടിലേക്ക് മടങ്ങി. അങ്ങനെ എന്താ പറയുക, വളരെ വളരെ മനോഹരമായ ഒരു കളിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഇനി സെമി ഫൈനലിൽ ആരാകും എന്ന് നമുക്ക് അറിയില്ല. ഇംഗ്ലണ്ടിൻ്റെ എതിരാളി നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.